ഹായ്, ഇത് 2024 മോഡൽ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഇപ്പൊ ഈ വാഹനം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് 2025 ഈ കറണ്ട് മന്തിലാണ്. നമ്മളൊരു സബ്സ്ക്രൈബറാണ് ഈ വാഹനം എടുത്തിരിക്കുന്നത്. ആളുടെ റിക്വസ്റ്റ് പ്രകാരം ഈ വാഹനത്തിന്റെ ഒരു PDI ചെയ്യാനായിട്ട് വന്നതാണ്. 2024 ഇയർ ബാക്ക് വാഹനം എടുക്കുമ്പോൾ PDI ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ 2024 വാഹനം എടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപയുടെ ഓഫറാണ് കിട്ടിയിരിക്കുന്നത്? 2025 കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ ഓഫറാണ് കിട്ടിയിരിക്കുന്നത്? അതുപോലെ തന്നെ 2024 വാഹനം അല്ലെങ്കിൽ ഇയർ ബാക്ക് വാഹനം എടുക്കുന്നത് കൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ ഈ സബ്സ്ക്രൈബർ നമ്മളെ കോൺടാക്ട് ചെയ്തത് പാലക്കാട് നിന്നാണ്. ആള് അവിടുത്തെ ഒരു ഷോറൂമിൽ നിന്നും ഈ വാഹനത്തിന്റെ കൊട്ടേഷൻ എടുത്തിരുന്നു. അതിനുശേഷം എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മളൊരു കൊട്ടേഷൻ എടുക്കുകയാണ് ചെയ്തത്. കളമശ്ശേരി ഇൻഡസ്ട്രിയൽ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളൊരു കൊട്ടേഷൻ എടുത്തത്. ഈ രണ്ട് കൊട്ടേഷനുകൾ തമ്മിൽ ഓൾമോസ്റ്റ് 15,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് കൊച്ചിയിൽ നിന്ന് എടുത്ത കൊട്ടേഷനിൽ 15,000 രൂപ സെയിം വേരിയന്റ് സെയിം വാഹനത്തിന് കുറവാണ് നമ്മൾക്ക് കിട്ടിയത്. അങ്ങനെയാണ് നമ്മൾ കൊച്ചി ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്യുന്നതും. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 24 വാഹനം അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 24 വാഹനങ്ങളിൽ പാലക്കാട് അന്വേഷിച്ചപ്പോൾ അവർക്കും വാഹനം അവൈലബിൾ ആണ്. അവർ പറഞ്ഞത് അഡീഷണലി 25,000 രൂപയുടെ ആക്സസറീസ് തരും എന്നുള്ളത് മാത്രമാണ്. അതായത് 24 മാനുഫാക്ചർ ചെയ്ത വാഹനം നമ്മൾ എടുത്തു കഴിഞ്ഞാലും 25ന്റെ സെയിം പ്രൈസ് തന്നെ കൊടുക്കണം, പ്ലസ് അഡീഷണൽ 25,000 രൂപയുടെ ആക്സസറീസ് നമുക്ക് തരും. അത് സെയിം വാഹനത്തിന് നമ്മളുടെ കൊച്ചി ഷോറൂമിൽ അവർ പറഞ്ഞത് 45,000 ഡിസ്കൗണ്ട് ആണ്. അതായത് സ്ട്രേറ്റ് അവേ വാഹനത്തിന്റെ പ്രൈസിൽ നിന്ന് 45,000 രൂപ കുറവാണ് അവർ കൊട്ടേഷൻ തന്നത്. ഈ രണ്ട് പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളും ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പാലക്കാട് ഷോറൂമിൽ 2025 ഡെൽറ്റ പ്ലസ് മാനുവൽ വേരിയന്റ് നമുക്ക് തന്ന പ്രൈസ് 10,46,000 രൂപയും ഓട്ടോമാറ്റിക് വേരിയന്റിന് 11,80,000 രൂപയായിരുന്നു. ഈ സെയിം വാഹനത്തിന് കൊച്ചിൻ ഷോറൂമിൽ നമുക്ക് തന്ന പ്രൈസ് മാനുവലിന് 10,34,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10,87,000 രൂപയാണ്. അപ്പോൾ ഈ 2025 മാനുഫാക്ചർ ചെയ്ത വാഹനത്തിൽ തന്നെ ഏകദേശം 15,000 രൂപയുടെ ഡിഫറൻസ് നമുക്കുണ്ടായിരുന്നു. മറ്റെല്ലാ സംഭവങ്ങളും എക്സാക്ട്ലി സെയിം ആയിട്ടാണ് കൊടുത്തിരുന്നത്. അവരുടെ എന്തോ പ്രൈസ് വന്നു കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസിലും മറ്റു കാര്യങ്ങളൊക്കെ പ്രൈസ് കൂടുതലാണ് ശരിക്കും കാണിച്ചത്. 2024 വന്നപ്പോൾ ശരിക്കും 2024 വേരിയന്റ് ഡെൽറ്റ പ്ലസ് മാനുവലിന് 9,90,000 രൂപയുടെ അടുത്തെങ്ങാണ്ട് നമുക്ക് കോട്ട് ചെയ്തത്. ഓട്ടോമാറ്റിക് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം ഏകദേശം 10,45,000 രൂപയ്ക്കാണ് നമ്മൾ ഓൺ റോഡ് ഇറക്കി ചെയ്ത്. അഡീഷണലി നമ്മൾ ആക്സസറീസ് ചെയ്തു. ബാക്കിൽ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്, റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്പർ പ്ലേറ്റ് ഗാർണിഷ്ഡ്. ഇങ്ങനെ 3 ആക്സസറീസ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അഡീഷണലി നമ്മൾ മഡ് ഫ്ലാപ്പും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10,000 രൂപ താഴെയുള്ള ആക്സസറീസ് മാത്രമാണ് നമ്മൾ അഡീഷണലി ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളൂ. അതിലും നമ്മൾക്ക് ഏകദേശം ഒരു 1,000 രൂപ എടുത്തൊരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു ഇയർ ബാക്ക് വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കൺസേൺസ് നോക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ഫ്രോങ്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആ സമയത്ത് നമ്മൾ ബ്രസ്സയാണ് എടുത്തിരുന്നത് എങ്കിൽ 25 വാഹനത്തിൽ കുറച്ചധികം ഫീച്ചേഴ്സ് പുതിയത് ആഡായിട്ടുണ്ട്. ഇപ്പോൾ 6 എയർ ബാഗ് വന്നിട്ടുണ്ട്, സ്പ്ലിറ്റ് സീറ്റ് വന്നിട്ടുണ്ട്, അങ്ങനെ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. എന്നാൽ പ്രൈസും ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഇയർ ബാക്ക് വാഹനം എടുക്കുമ്പോൾ പുതിയ ഇയറിൽ വരുന്ന ഫീച്ചേഴ്സ് ചിലപ്പോൾ നമ്മൾക്ക് മിസ് ചെയ്തേക്കാം. രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത് കളറാണ്. അത് ഈ ഒരു കസ്റ്റമറിനും പറ്റിയിരുന്നു. ബിക്കോസ് ആള് ഉദ്ദേശിച്ചിരുന്ന ഒരു കളർ ഫ്രോങ്സിൽ ചെറിയ റെഡ് കളറായിരുന്നു. പക്ഷേ 24 മാനുഫാക്ചർ ചെയ്ത വാഹനത്തിൽ ആ കളർ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു നെക്സ ബ്ലൂയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കളർ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു വേരിയന്റ്. ചില കേസുകളിൽ നമ്മൾ ഉള്ള വാഹനം നല്ലൊരു ഓഫർ കിട്ടിയാൽ അത് എടുക്കേണ്ടി വരും. നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് വേരിയന്റ് ചിലപ്പോൾ നമ്മൾക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ കറക്റ്റ് വേരിയന്റ് വേണമെങ്കിൽ നമ്മൾ പുതിയ വാഹനം തന്നെ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതിൽ ഈ കസ്റ്റമർ ഉദ്ദേശിച്ച ഒരു ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയന്റ് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ് ഈ വാഹനം ഫ്യൂച്ചറിൽ വിൽക്കുന്ന സമയത്ത് ഇയർ ഡിപ്രിസിയേഷൻ. അതായത് നമ്മൾ 25 വാഹനം 2030 വിൽക്കുമ്പോൾ 5 കൊല്ലം പഴക്കമുള്ള ഒരു വാഹനമേ വരുള്ളൂ. പക്ഷേ 24 മാനുഫാക്ചർ ചെയ്ത വാഹനമാണെങ്കിൽ 6 കൊല്ലം എന്നുള്ളൊരു ഇത് വരും. ചിലപ്പോൾ ആ ഒരു ഇയറിന് ചിലപ്പോൾ ഒരു 20,000-30,000 രൂപയുടെ ഒരു ഡിഫറൻസ് വന്നേക്കാം. അതായത് 20,000-30,000 രൂപ കുറച്ചേ നമുക്ക് ലഭിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ 45,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നതാണോ 5 കൊല്ലം കഴിഞ്ഞ് 30,000 രൂപ കുറയാനാണോ ബെനിഫിറ്റ് എന്ന് നിങ്ങൾ തന്നെ തിങ്ക് ചെയ്തു. ചിലപ്പോൾ ഇയർ ബാക്ക് വാഹനം ആയതുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന എറണാകുളത്തായിരിക്കാം, ചിലപ്പോൾ ആ വാഹനം സ്റ്റോക്ക് ഉള്ളത് തിരുവനന്തപുരത്തായിരിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ആ വാഹനം ബൈ റോഡായിരിക്കും ഇവിടം വരെ ഓടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓഡോമീറ്ററിൽ നോക്കുമ്പോൾ നമ്മൾ പുതിയൊരു വാഹനം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 150-200 കിലോമീറ്റർ ഒക്കെ ഓടിയ ഒരു വാഹനമായിരിക്കാം നമ്മൾക്ക് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു റീസൺ ഷോറൂമിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് അപ്ഡേറ്റ് ചെയ്തു തരും. ഇപ്പം ഞാൻ എൻ്റെ ബ്രസ് എടുത്ത സമയത്തും ഒരു 220 കിലോമീറ്റർ അടുത്ത് ഓടിയിരുന്നു. കാര്യം എനിക്ക്
എനിക്ക് ആ വണ്ടി പെട്ടെന്ന് വേണമായിരുന്നു. അതുകൊണ്ട് അവർ തിരുവനന്തപുരം ഷോറൂമിൽ നിന്നാണ് എനിക്ക് എൻ്റെ വാഹനം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ഇയർ ബാഗ് വാഹനം എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മെയിൻ ബെനിഫിറ്റ് ഇതിന് കിട്ടുന്ന പ്രൈസ് ഡിസ്കൗണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ ഫ്രോങ്സ് ആയതുകൊണ്ട് 45,000 ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. ചില കേസുകളിൽ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരെയൊക്കെ ഡിസ്കൗണ്ട് ലഭിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയൊക്കെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. അല്ലാണ്ട് 10 കൊല്ലം കഴിഞ്ഞ് വണ്ടി വിൽക്കുമ്പോൾ 20,000 30,000 രൂപയുടെ പ്രൈസിൽ നിന്ന് കുറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെയിം വാഹനം വേറെ ഫീച്ചേഴ്സിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഇയർ ബാഗ് വാഹനം എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങൾ ലഭിക്കും. കാരണം ഇയർ ബാഗ് വാഹനമാണ് എങ്കിലും നമ്മൾക്കൊരു പുതിയ വാഹനത്തിന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും അതിലും ലഭിക്കുന്നുണ്ട്. 6 കൊല്ലത്തേക്കുള്ള എക്സ്റ്റൻഡഡ് വാറണ്ടി ലഭിക്കുന്നുണ്ട്, 2 കൊല്ലത്തേക്കുള്ള കമ്പനി വാറണ്ടി, അങ്ങനെ വാട്ട് എവർ വി ആർ ഗെറ്റിംഗ് ഇൻ എ ന്യൂ വെഹിക്കിൾ എല്ലാം നമുക്ക് ഇയർ ബാഗ് വാഹനത്തിലും ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇയർ ബാഗ് വാഹനം PDI ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ വാഹനം ഏത് മന്തിലാണ് മാനുഫാക്ചർ ചെയ്തതെന്ന് നിങ്ങളുടെ സെയിൽസ് കോർഡിനേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മേക്ക് ഷുവർ ചെയ്യുക. ഇപ്പോൾ ഫ്രോങ്സ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ബുക്കിംഗ് ഉള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് ഒത്തിരി പഴയ വാഹനങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇതിപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തിൻ്റെ മാനുഫാക്ചറിങ് എടുക്കുന്നത് സെപ്റ്റംബർ മന്തിലാണ് കാണിക്കുന്നത്. ഈ വാഹനം നമുക്ക് കൊച്ചിയിലല്ല, പൊന്നാനിയിൽ, മലപ്പുറം ജില്ല പൊന്നാനിയിൽ വന്നൊരു വാഹനമാണ്. അപ്പോൾ ഇയർ ബാഗ് വാഹനം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു വേരിയൻ്റ് അവിടെയായിരുന്നു അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ കൊച്ചി ഷോറൂമിലേക്ക് എടുപ്പിച്ചൊരു വാഹനമാണ്. അപ്പോൾ ഒരു ഇയർ ബാഗ് വാഹനം PDI ചെയ്യുമ്പോൾ ആ ഒരു മന്തും മാനുഫാക്ചറിങ് മന്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. ഇയർ ബാഗ് വാഹനമാണെങ്കിലും ഇതൊരു ബ്രാൻഡ് ന്യൂ വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ PDI ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് PDI ചെയ്യേണ്ടത്. നമ്മൾ എന്താണെങ്കിലും വാഹനം എടുക്കുന്നതിന് മുമ്പ് ഷോറൂമിൽ ഈ വാഹനം ഡെലിവറി വരുന്ന സമയത്തും അവിടെ നിന്ന് ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സമയത്തും ഷോറൂമിൽ അവരെന്താണെങ്കിലും ഇത് PDI ചെയ്തിട്ടുണ്ടാവും. പിന്നെ കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ വാഹനം വന്നൊന്ന് PDI ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ PDI ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡേ ലൈറ്റിൽ തന്നെ PDI ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു സെപ്റ്റംബറിൽ മാനുഫാക്ചർ ചെയ്ത വാഹനം ആയതുകൊണ്ട് ബോഡിയിൽ കാര്യങ്ങൾ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടോ എന്ന് ഡീപ്പായിട്ടൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. കാര്യം ഇപ്പോൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത വാഹനമാണ്, അവരുടെ യാർഡിൽ വാഹനം എങ്ങനെയാണ് കിടന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. വാഹനത്തിൻ്റെ എല്ലാ വശങ്ങളിലും ടോപ്പിലും പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ടയറുകളുടെ മാനുഫാക്ചറിങ് മന്താണ്. ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് അതിനകത്തൊരു എഴുതി വെച്ചിട്ടുണ്ട് 42 എന്ന്. അതായത് 42 വീക്സിലാണ് ഈ ഒരു ടയർ 2024 മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിലെ ടയറുകൾ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് കാണാവുന്നതാണ് 43-24 എന്നുള്ളത്. 43 എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മന്തിലാണ് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പെയർ വീലുകളും കൂടി മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പെയർ വീലിലും ആ മാനുഫാക്ചറിങ് മന്ത് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. സ്പെയർ വീലിലും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 43-24 എന്നുള്ളതാണ് സ്പെയർ വീലിനും വരുന്നത്. ടൂൾ കിറ്റിൽ നമ്മൾക്ക് എല്ലാം ഇല്ലേ എന്നുകൂടി മേക്ക് ഷുവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ്. പാർസൽ ട്രേ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടയറിലും 43 ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വീലിൽ നമുക്ക് 43. അപ്പോൾ ഇതെല്ലാം ആ ഒരു സെപ്റ്റംബർ ആ ഒരു മന്തിൽ മാനുഫാക്ചർ ചെയ്ത ടയറുകളാണ്. ഇനി ഇതിൻ്റെ എൻജിൻ ബേ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഒരു ഇയർ ബാഗ് ആയതുകൊണ്ട് എൻജിൻ ബേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇപ്പോൾ ആ ഷോറൂമിൽ നിന്ന് PDI ചെയ്തതിൻ്റെ ആ ഒരു ടിക്സ് മാർക്ക് നിങ്ങൾക്ക് എല്ലാ വശത്തും കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ബാറ്ററി ആണെങ്കിലും മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന മന്ത് കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വാഹനത്തിന് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല. അടിയെല്ലാം നല്ല പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വേറെ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്നും മേക്ക് ഷുവർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ എൻജിൻ ബേ ചെയ്യേണ്ടത്. പിന്നെ എൻജിൻ റിലേറ്റഡ് എന്ത് കൺസേൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന് 6 കൊല്ലത്തെ വാറണ്ടി കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി ഷോറൂമിലേക്ക് കൊണ്ടുപോകുന്ന നമ്മൾ നോക്കാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആണ്. ഇൻറ്റീരിയർ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഫാബ്രിക്സ് കാര്യങ്ങളൊക്കെ ചെളി കാര്യങ്ങളൊന്നുമില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ ഇവിടെ സെൻറ്റർ കൺസോളിലെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സ്റ്റിക്കർ പോലും പൊളിച്ചിട്ടില്ല. ഇപ്പോൾ സെൻറ്റർ കൺസോളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റിക്കർ പോലും റിമൂവ് ചെയ്തിട്ടില്ല. അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ ഈ വാഹനം പൊന്നാനിയിൽ നിന്ന് ഓടിച്ചു കൊണ്ടുവന്ന ഒരു വാഹനമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിന് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കൺസോൾ ഓപ്പൺ ചെയ്ത സമയത്തിന് എല്ലാ ലൈറ്റുകളും വന്നിരുന്നു. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഓഫായി പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലോ ഫ്യൂലിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഈ വാഹനം ഓൾ ടുഗദർ ഓടിയിരിക്കുന്നത് 193.9 കിലോമീറ്റർ ആണ്. അതാണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ യാർഡ് ടു യാർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് പൊന്നാനിൽ നിന്ന് ഇവിടെ വരെ ഏകദേശം ഒരു 180 കിലോമീറ്ററിന് അടുത്ത് ദൂരം വരുന്നുണ്ട്. അപ്പോൾ
നമ്മൾ ഈ ഒരു ഇയർ ബാക്ക് വാഹനം ചിലപ്പോൾ പല സമയങ്ങളിലും തിരുവനന്തപുരത്തുള്ള വാഹനമായിരിക്കും നമുക്ക് കണ്ണൂർ കിട്ടണത്, തിരുവനന്തപുരത്തുള്ള വാഹനമായിരിക്കും ചിലപ്പോൾ കോഴിക്കോട് കിട്ടണത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ അവിടെ നിന്ന് എത്ര സമയം കൊണ്ടാണ് ആ വാഹനം എത്ര കിലോമീറ്റർ ആണ് ആ വാഹനം സഞ്ചരിക്കുന്നത്, ആ ഒരു കറക്റ്റ് കിലോമീറ്റർ അല്ലേ നമ്മളുടെ ഓഡോമീറ്ററിൽ കാണിക്കുന്നത് എന്ന് നമ്മളൊന്ന് മേക്ക് ഷുവർ. ആ സമയത്ത് നിങ്ങൾ ഒരു ബ്രാൻഡ് ന്യൂ കാറാണ് എടുക്കുന്നതെങ്കിൽ ഒരു 50 കിലോമീറ്റർ താഴെ വരെയൊക്കെയാണെങ്കിൽ ഓക്കെയാണ്. കാരണം യാർഡ് ടു യാർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് 50 കിലോമീറ്റർ ഒക്കെ ഒരു മിനിമം കിലോമീറ്റേഴ്സ് അതിനകത്ത് കാണിക്കാവുന്നതാണ്. അതിൽ മുകളിലേക്ക് വരികയാണെങ്കിൽ കറക്റ്റായിട്ട് ഷോറൂമിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്ര കിലോമീറ്റർ ഓടിയത് എന്ന് ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്തുള്ള കൺട്രോളുകൾ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. നമ്മളുടെ വൈപ്പേഴ്സ് കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, 4 വശത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളുടെ ഹസാർഡ് ലൈറ്റ് കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ AC ടെമ്പറേച്ചർ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ലേ, അതെല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ വീഴുന്ന സമയത്ത് പ്രത്യേകിച്ച് നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. പിന്നെ മാനുവൽ മോഡിലേക്ക് ഒന്ന് ഇട്ട് നോക്കുക. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തു നിന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇത് ഈ വാഹനത്തിൽ ശരിക്കും റിവേഴ്സ് ക്യാമറ വരുന്നില്ല, നമ്മൾ ആക്സസറി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനം ഒരു പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടത്. ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മളൊരു പ്രീ ഓൺ വാഹനവും പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത്. ഒരു പുതിയ വാഹനം ചെയ്യുമ്പോൾ ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.